സാമൂഹിക സുരക്ഷ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അതാത് മാസത്തിലെ തുകയോടൊപ്പം കുടിശ്ശിക പെൻഷൻ കൂടി വിതരണം ചെയ്യുന്നതിലേക്കുള്ള നടപടിക്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു. സർക്കാരിന്റെ ഭാഗത്തു നിന്നും ധനകാര്യ സ്കോഡുകളുടെ കർശന പരിശോധന കൂടി ആരംഭിച്ച സാഹചര്യത്തിൽ വലിയ ഒരു വിഭാഗം അനർഹർ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത് പെൻഷൻ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുന്നതിന് സർക്കാരിന് സഹായകരമായിത്തീരുന്ന സാഹചര്യത്തിലാണ് സുപ്രധാന തീരുമാനം എത്തിയിരിക്കുന്നത്. സാമൂഹിക സുരക്ഷ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പാണ് അവസാനിക്കുന്നത്. 2025 വർഷത്തിലെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ വിവിധ രേഖകൾ സമർപ്പിക്കുന്നതിനായി സർക്കാർ അനുവദിച്ച സമയം ഈ മാസത്തോടുകൂടി അവസാനിക്കുമ്പോൾ 62 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഈ മാസത്തോടുകൂടി മുടങ്ങാതെ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും. വിധവ അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്ന വലിയ ഒരു വിഭാഗം പെൻഷൻ ഗുണഭോക്താക്കൾ അനധികൃതമായി പെൻഷൻ തുക കൈപ്പറ്റുന്നു എന്ന കണ്ടെത്തലിന് പിന്നാലെ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി ഈ മാസം 28-നാണ് അവസാനിക്കുന്നത്. വലിയ ഒരു വിഭാഗം പെൻഷൻ ഗുണഭോക്താക്കൾ ഈ സ്കീമിൽ ഉൾപ്പെട്ട പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും അവർക്ക് മാർച്ച് മാസത്തിലെ തനത് പെൻഷനും പുതിയ സാമ്പത്തിക വർഷത്തിന് ആരംഭിക്കുന്ന കുടിശ്ശിക പെൻഷനും അർഹത ഉണ്ടായിരിക്കുകയില്ല. ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ തുക വിതരണത്തിന്റെ നടപടികൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി സേവനയുടെ സൈറ്റ് ക്ലോസ് ചെയ്യുന്നതോടുകൂടി ഇനി മുതൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സേവന പെൻഷൻ സൈറ്റിൽ പെൻഷൻ സംബന്ധമായ രേഖകൾ അപ്ലോഡ് ചെയ്യുന്നതിനുള്ള സമയം അവസാനിച്ചിരിക്കുകയാണ്. സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് നിലവിൽ ഈ നിബന്ധനകളൊന്നും തന്നെ ബാധകമല്ല. ഇതോടൊപ്പം തന്നെ വിധവ, വാർദ്ധക്യ, ഭിന്നശേഷി പെൻഷൻ സ്കീമുകളിൽ ഉൾപ്പെട്ട് കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന 8 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് കേന്ദ്രവിഹിതം കൃത്യമായി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതിനായി പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പെൻഷൻ ഡാറ്റാബേസിൽ ആധാർ കാർഡ് സംബന്ധമായ വിവരങ്ങൾ കൂടി അപ്ഡേറ്റ് ചെയ്യണം. ഈ നടപടികൾ പൂർത്തിയാക്കാത്ത ഗുണഭോക്താക്കൾക്കാണ് നിലവിൽ 300 മുതൽ 1000 രൂപ വരെയുള്ള കേന്ദ്രവിഹിതം മാസങ്ങളോളമായി മുടങ്ങുന്നത്. ഈ മാസത്തെ പെൻഷൻ വിതരണം തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും. മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും തുക എത്തിച്ചേരും. പെൻഷൻകാർക്ക് 3200 രൂപ വീതം 3 ഘട്ടങ്ങളിലായി കുടിശ്ശിക തുക വിതരണം ചെയ്ത് തീർക്കുമെന്ന് ധനമന്ത്രി അറിയിച്ചു. ഇതോടുകൂടി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തീർത്ത് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.